ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ക്കണേ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ കട്ടിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടും സ്റ്റിച്ചിങ് സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇടണേ. അപ്പോൾ ഇത് ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ തയ്ക്കണേന്ന് നോക്കാം. ആദ്യം തന്നെ ലൈനിങ് ഉമ്മിയാണ് വെട്ടണേ. അപ്പോൾ ലൈനിങ് രണ്ടാക്കി മടക്കി ഇടണം. നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആണ് വെട്ടുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബാക്ക് പാർട്ടാണ് വെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇത് രണ്ടാക്കി മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയാണോ വീതി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ സീം അലവൻസ് എത്രയാണോ നമ്മൾ ഇടുന്നത് അത് നോക്കിയിട്ട് ഈ കയ്യിൻ്റെ ഈ ചെസ്റ്റ് ഭാഗത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ചെസ്റ്റ് അളവ് എടുത്തിട്ട് നമ്മളത് അടയാളപ്പെടുത്താൻ വേണ്ടത്. അപ്പോൾ സീം അലവൻസ് കുറച്ചിട്ട് തയ്ക്കണവരും ഉണ്ട്, നന്നായി കൂട്ടിയിട്ട് തയ്ക്കണവരും ഉണ്ട്. അപ്പോൾ ഞാൻ 2 ഇഞ്ച് അത് അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ തയ്ക്കുക, ഇതിലും കുറച്ചിട്ട് തയ്ക്കാറില്ല. അപ്പോൾ ആ അളവ് എടുത്തിട്ട് നമ്മൾ തയ്ക്കുക. ഇനിയിപ്പോൾ ഇത് ബ്ലൗസും തന്നെ അളവ് എടുക്കണമെന്നില്ല, നമ്മുടെ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് ഉണ്ടല്ലോ, ആ ടോപ്പിൻ്റെ അളവായാലും മതി. അങ്ങനെ തയ്ക്കാൻ പറ്റൂട്ടോ. ഇത് ആ അളവ് എടുത്തിട്ട് നമ്മളത് അടയാളപ്പെടുത്തുക. ഇപ്പോൾ ഞാനിവിടെ 11 എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇറക്കം വേണം. ഇറക്കം ഞാനതുപോലെ നമ്മൾ എത്രയാണോ വേണ്ടത്. ഇപ്പോൾ ഇറക്കം നമുക്ക് വേറൊരു ബ്ലൗസ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേത്ത് അളവെടുക്കുക. നമുക്ക് എവിടെ വരെയാണ് ഒരു ബ്ലൗസിന് ഇറക്കം വേണ്ടതെന്ന് വെച്ചാൽ അതെടുത്തിട്ട് അടയാളപ്പെടുത്താം. ആ അടയാളപ്പെടുത്താനായിട്ട് മുന്നേ ഞാനൊരു 1.5 ഇഞ്ച് വിട്ടിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മടക്കി അടിക്കാനുള്ളത്, അടിയിൽ മടക്കി അടിക്കാനുള്ളതും പിന്നെ മുകളിൽ നമുക്കൊരു 1/2 ഇഞ്ച് അടിച്ച് കളയണമല്ലോ ഷോൾഡർ യോജിപ്പിക്കുമ്പോൾ, അതിനുള്ളതും കൂടി വിട്ടിട്ടാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മടക്കി അടിക്കാനും ഷോൾഡർ യോജിപ്പിക്കാനുള്ള അത് ഇതാക്കി നമ്മളത് അടയാളപ്പെടുത്തി കറക്റ്റ് അത് മറക്കാൻ പാടില്ല. കാരണം അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ചിലപ്പോൾ എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ, തയ്ച്ച് തുടങ്ങിയ ടൈമിലൊക്കെ ഞാൻ മടക്കി അടിക്കാനുള്ളത് മറന്നു പോവും. അത് മറക്കാണ്ട് തന്നെ അടയാളപ്പെടുത്തണം. അത് കഴിഞ്ഞ് നമുക്കതും കൂടെ വെട്ടിയെടുക്കാം കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാം, എന്നോട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചോദിച്ചത് കൊണ്ടാട്ടാ ഞാൻ ഇടണത്. അത്ര വലിയ തയ്യലുകാരിയല്ല ഞാൻ. അതുകൊണ്ട് തന്നെ പല രീതിയിൽ ഇപ്പോൾ പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ക്കണവരുണ്ട്. അപ്പോൾ ദേ നമ്മൾ ഇതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. എൻ്റേതായ രീതിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഇനി നമുക്ക് എത്രയാണോ നമ്മുടെ കഴുത്തിൻ്റെ വീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടയാളപ്പെടുത്തുക. ഷോൾഡറിൻ്റെ വീതി എത്രയാണെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തുക. ഒപ്പം തന്നെ അടിച്ച്, അതായത് ഷോൾഡർ കൈയും കൂടി കൂട്ടി യോജിപ്പിക്കുക, ആ അടിച്ച് കളയാളതും കൂടി അടയാളപ്പെടുത്തുക. പിന്നെ അത് അടയാളപ്പെടുത്തുമ്പോൾ കറക്റ്റ് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്താണ്ട് ഒരു 3/4 ഇഞ്ചൊക്കെ ആയിട്ട് അടയാളപ്പെടുത്തുക കേട്ടോ. എന്നുവെച്ചാൽ ഒരു 1/4 ഇഞ്ച് കൂട്ടിയിടുക. ചിലപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ വന്നാൽ അത് അവിടെ ഇതായിപ്പോവും, അല്ലെങ്കിൽ നമുക്കത് വെട്ടിക്കളയാലോ, അവിടെ കുഴപ്പം വരണില്ല. അപ്പോൾ അത് നോക്കിയിട്ട് അടയാളപ്പെടുത്തുക. പിന്നെ നമുക്ക് മറ്റേ കൈക്കുഴി വരയ്ക്കാനായിട്ട് അതിനുള്ളതും അടയാളപ്പെടുത്താം. നമുക്ക് എത്രയാണോ വേണ്ടത് അത് അടയാളപ്പെടുത്താം. ഞാനിവിടെ 6 എടുക്കണം. ഇപ്പോൾ ഒരു 1/2 ഇഞ്ച് അടിച്ച് കളഞ്ഞ് 6.5 നമുക്ക് കിട്ടും കേട്ടോ. അതും ഇതേപോലെ നമ്മുടെ ചുരിദാറിൻ്റെ ഇതും ഒന്ന് അളവെടുത്താലും മതി, നമുക്ക് ബ്ലൗസ് ഇല്ലാത്തവരാണെങ്കിൽ. അല്ലെങ്കിൽ ബ്ലൗസുമെന്ന് അളവെടുക്കുക. ബ്ലൗസുമത്തും ചുരിദാറുമത്തും വ്യത്യാസം ഉണ്ടാവും കേട്ടോ, അത് ഞാൻ പറയുന്നു. ബ്ലൗസിൻ്റെ കുറവായിരിക്കും. പക്ഷേ നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്കത് കൂടുതൽ അവിടെ അടിക്കുമ്പോൾ അടിച്ച് കളയണമെന്നുണ്ടാവുള്ളൂ, വൃത്തികേടൊന്നും ഉണ്ടാവില്ല. തയ്ക്കാൻ അറിയാത്തവർ ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പഠിക്കുക. അപ്പോൾ അതേപോലെ അടയാളപ്പെടുത്തുക. പിന്നെ ബാക്കിൽ ഒരു 1.5 ഇഞ്ച് നീക്കിയിട്ട് ഇങ്ങനെയൊന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് കൈക്കുഴി വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതി എന്നാണ് പറയുക, ഞാനൊക്കെ അങ്ങനെ ചെയ്യുക. ഇതിൻ്റെ പകുതിയിൽ അടയാളപ്പെടുത്തുക, എന്നിട്ട് അവിടെ നിന്ന് നമ്മളിങ്ങനെ വരച്ച് എടുക്കുക കേട്ടോ. അവിടെ വൃത്തിയിൽ തന്നെ വരച്ചെടുക്കുക ഒരു ഷേപ്പ്. ഞാനിപ്പോൾ അവിടെ ഇതേ ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ട്, ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, അത് വെച്ചിട്ടാണ് വരയ്ക്കണത്. ഇത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമാട്ടാ കൈക്കുഴിയൊക്കെ വരയ്ക്കാനായിട്ട്. അതുപോലെ നെക്ക് ഡിസൈൻ വരച്ചെടുക്കാനും നമുക്ക് സുഖമാണ്. അത് വെച്ചിട്ട് ഏത് ഡിസൈൻ വേണമെങ്കിലും അതിൻ്റെ ഒരേ ഭാഗം ഇതാക്കി വെച്ച് നമുക്ക് വരച്ചെടുക്കാൻ പറ്റുമേ. അപ്പോൾ ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് അവിടെ നമ്മൾ അടയാളപ്പെടുത്തിയതുണ്ടല്ലോ അത് നമുക്ക് നേരെ അങ്ങോട്ട് വരച്ചിടാം കേട്ടോ. ഇനി നമുക്ക് അടിയിലത്തെ അളവ്, അതായത് നമുക്ക് അടിയിലത്തെ തയ്ക്കാനുള്ള അളവുണ്ടല്ലോ, അത് ഇതേപോലെ ബ്ലൗസും വന്ന് എടുക്കുക. അല്ല ബ്ലൗസ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ അവിടെ എവിടെയാണോ നമ്മൾ ഇറക്കം എടുത്തിട്ടുണ്ടായിരുന്നത്
ആ ഇറക്കത്തിൻ്റെ അവിടെ വെച്ച് വട്ടനെ പിടിച്ച് അളവെടുത്തിട്ട് അത് ഇതാക്കുക. എനിക്കിപ്പോൾ 5ആണ്, ഞാൻ വളരെ വണ്ണം കുറഞ്ഞ ആളായതുകൊണ്ടാണ് 5 വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ചുരിദാർ പോലെ ലൂസിൽ എടുക്കാൻ പറ്റില്ലല്ലോ, ടൈറ്റായിട്ട് നിൽക്കണം. അപ്പോൾ അതിന് 5 അടയാളപ്പെടുത്തി. പിന്നെ നമുക്കതിന് വേണ്ട സീം അലവൻസ് 2 ഇഞ്ച് അടയാളപ്പെടുത്തി. പിന്നെ നമുക്ക് മറ്റേ ഇതുണ്ടല്ലോ, നമ്മൾ കൈ കൂട്ടി അടിക്കുമല്ലോ, ആ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൈക്കുഴി അടിക്കുമ്പോൾ 6.5 എനിക്ക് കിട്ടാറ്. അപ്പോൾ അതേപോലെ 6.5 വെച്ചിട്ട് ഞാൻ അടിക്കാറ്. അപ്പോൾ നിങ്ങളുടെ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചുരിദാറുമത്തേക്ക് എടുത്താൽ മതി. പക്ഷേ ചുരിദാറുമത്തെ കറക്റ്റ് അളവാവില്ല, കുറച്ച് വ്യത്യാസം വരും കേട്ടോ. ചിലപ്പോൾ 1 ഇഞ്ചൊക്കെ നമുക്ക് കയറ്റി അടിക്കേണ്ടി വരും. കാരണം ബ്ലൗസ് നമുക്ക് ടൈറ്റായിട്ട് നിൽക്കേണ്ട സാധനമാണ്. അപ്പോൾ അത് നോക്കുക, നമ്മൾ വെച്ച് നോക്കുക അതുണ്ടോയെന്ന്. എന്നിട്ട് അത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം സീം അലവൻസ് 2 ഇഞ്ച് ഇട്ടിട്ട് ഇത് കൂട്ടി യോജിപ്പിക്കാം. നമ്മൾ എത്രയാണോ അളവെടുക്കുക ആ സീം അലവൻസ് ഇട്ട്, ആ സീം അലവൻസ് 2 ഇഞ്ച് ഇട്ട് അത് കൂട്ടി യോജിപ്പിച്ച് നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിങ്ങനെ ചേരിച്ച് വരയ്ക്കണത് അത് മടക്കി അടിക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാനാണ്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം വെട്ടണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് ഭാഗം വെച്ചതിന് ശേഷം ഇത് ബാക്ക് ഭാഗം അതിൻ്റെ 2 ഇഞ്ച് അടിയിലൊരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് കൂടുതലിടാം. സൈഡിൽ 2 ഇഞ്ച് കൂടുതലിടണം. ആദ്യമായിട്ട് തയ്ക്കണവരാകുമ്പോൾ അടിയിലും 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടാൽ മതി കേട്ടോ. 1.5 ഇഞ്ചൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ വരുമ്പോൾ ആദ്യമായിട്ട് തയ്ക്കുമ്പോൾ നമുക്ക് എന്തായാലും ബുദ്ധിമുട്ട് വരും. ഞാൻ ആദ്യമായിട്ട് ഈ ബ്ലൗസ് തയ്ച്ചപ്പോൾ ഞാനിതൊന്നും ഇടാണ്ടാണ് തയ്ച്ചത്. അതുകൊണ്ട് എനിക്ക് നന്നായി ബ്ലൗസ് ഇറക്കം കുറഞ്ഞ് ബുദ്ധിമുട്ടായിട്ട് വന്നു. ഇതിപ്പോൾ 1.5 ഇഞ്ചേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ശരിക്ക് 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് എന്തായാലും അടിയിൽ എക്സ്ട്രാ തുണി ഇടണം. അതേപോലെ തന്നെ ബാക്കല്ല സൈഡുകളിലും നമുക്കൊരു 2 ഇഞ്ച് എക്സ്ട്രാ ഇടുക കേട്ടോ. നമുക്കത് വെട്ടിയെടുക്കാം കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഫ്രണ്ട് ഭാഗത്ത് എപ്പോഴും എക്സ്ട്രാ 2 ഇഞ്ച് ഇട്ടിട്ടുണ്ടായിരിക്കണം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തയ്ച്ച് വരുമ്പോൾ നമുക്ക് സീം അലവൻസ് ഉണ്ടാവില്ല. അടിയിൽ മടക്കി അടിക്കാൻ വരുമ്പോൾ ബാക്ക് ഭാഗം കൂടി നിൽക്കും, ഫ്രണ്ട് ഭാഗം കുറഞ്ഞു നിൽക്കും കേട്ടോ. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ 1.5 ഇഞ്ച് എക്സ്ട്രാ ഇട്ടത് ഇതും അടയാളപ്പെടുത്താം. നമ്മൾ ബാക്ക് ഭാഗം വരച്ചല്ലോ, അതേപോലെ ഇതും കറക്റ്റ് അടയാളപ്പെടുത്തി ഇരിക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇനി ആ പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു ഇത് വെട്ടാനായിട്ട് കേട്ടോ. പിന്നെ ഞാൻ ആ പോയിൻ്റ് തെറ്റാണ്ടിരിക്കാനായിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. മോൾ ഭാഗത്തും കീഴ്ഭാഗത്തും ജസ്റ്റ് ഒന്ന് അത് കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഇനി പ്രിൻസസ് കട്ടിൻ്റെ അത് കട്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്നും അതുപോലെ ചെസ്റ്റിൻ്റെ അവിടെ അങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ബ്രസ്റ്റിൻ്റെ നിപ്പിൾ പോയിൻ്റ് ഉണ്ടല്ലോ അത് അടയാളപ്പെടുത്താം. അപ്പോൾ അത് അടയാളപ്പെടുത്തുമ്പോൾ നമുക്കിപ്പോൾ 9 കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൂട്ടി 9.5. കാരണം മുകളിൽ നമുക്ക് ഒരു 1/2 ഇഞ്ച് അടിച്ച് പോകാണ്ട്. അപ്പോൾ 9.5 അങ്ങനെ അടയാളപ്പെടുത്തണേ. അത് കറക്റ്റ് നിപ്പിൾ പോയിൻ്റ് തന്നെ ആയിരിക്കണം. അത് നമുക്കറിയാമല്ലോ അളവെടുക്കാനായിട്ട്. അപ്പോൾ അത് അങ്ങനെ അടയാളപ്പെടുത്തുക. അതേപോലെ തന്നെ നമുക്ക് ഈ നടുഭാഗം നമ്മുടെ നെഞ്ചിൻ്റെ നടുഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് നടുക്കിന്ന് ഇപ്പുറത്തെ സൈഡിലേക്കും ഇതേ പോയിൻ്റ് തന്നെ നമുക്ക് അടയാളപ്പെടുത്തണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അടയാളപ്പെടുത്തുന്നതിനെക്കാട്ടും മുന്നേ ഒരു 1/4 ഇഞ്ച് നമ്മൾ വിട്ടിട്ട് വേണം അടയാളപ്പെടുത്താനായിട്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് ഓപ്പണാണ് വെക്കണേ. അപ്പോൾ ഒരു നമ്മൾ തയ്യൽ തുമ്പ് നമുക്ക് വേണമല്ലോ, അത് അവിടെ വെട്ടിക്കഴിഞ്ഞ് നമുക്ക് ഹുക്കും ഹോളും വെക്കാനുള്ളത് തയ്ച്ച് തുണി വെച്ച് തയ്ച്ച് നമ്മൾ മടക്കി അടിക്കുമ്പോൾ ഒരു 1/4 ഇഞ്ച് അവിടെ പോവും. അപ്പോൾ ആ 1/4 ഇഞ്ച് അല്ലെങ്കിൽ
ഇതിങ്ങോട്ട് കയറും. ആ കയറാണ്ടിരിക്കാനായിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് വീണ്ടും ആ പോയിൻ്റ് നമ്മൾ അടയാളപ്പെടുത്താൻ ഇപ്പോൾ പോയിൻ്റ് എത്രയാണോ അത് നടുക്കിയെന്നും. സത്യത്തിൽ ഈ ഒരു അളവ് മതി നമുക്ക് ഈ ബ്ലൗസ് തയ്ക്കാനായിട്ട്, നല്ല എളുപ്പമാണ്. അത് അടയാളപ്പെടുത്തിയതിന് ശേഷം പിന്നെ നമ്മുടെ ഈ കൈക്കുഴി ഉണ്ടല്ലോ, ആ കൈക്കുഴിയുടെ ഒരു 5.5, 5, 6 അത് നമ്മുടെ വലിപ്പത്തിനനുസരിച്ചിരിക്കും. ഞാൻ മിക്കത് 5.5 എടുക്കാറ്. ആ 5.5 പോയിൻ്റ് എടുത്തിട്ട് ആ കുഴിയണ ആ ഭാഗത്തുനിന്ന് അതിങ്ങനെ നല്ല ഷേപ്പിൽ ഇങ്ങോട്ട് വരയ്ക്കാം. പിന്നെ നമ്മൾ മുകളിൽ അടയാളപ്പെടുത്തിയ ആ 4 ഇഞ്ച് ഉണ്ടല്ലോ, ആ 4 ഇഞ്ച് എന്ന് പറയണത് അടിയിലും അടയാളപ്പെടുത്തണം. കാരണം നിപ്പിൾ പോയിൻറ്റും പ്ലസ് ഒരു 1/2 ഇഞ്ച് ഇടണം കേട്ടോ. അവിടെയും 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇടണം. എന്നിട്ട് ഞാൻ പെട്ടെന്ന് അടയാളപ്പെടുത്തുമ്പോൾ ആ 1/4 ഇഞ്ച് ഇടാൻ മറന്നതുകൊണ്ട് ഞാൻ വീണ്ടും അടയാളപ്പെടുത്തണ്ടേ. അപ്പോൾ 4 ഇഞ്ച് എനിക്ക് 3.5 പ്ലസ് 1/2 ഇഞ്ച് 4. അത് കഴിഞ്ഞ് ആ 4 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് 1.5 ഇഞ്ച് മാറ്റി വീണ്ടും അടയാളപ്പെടുത്തുക. നമ്മൾ അടിയിൽ 4 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച്. എന്നിട്ട് ഈ 4 ഇഞ്ചും നമ്മുടെ മുകളിലത്തെ മാർക്കും അടിയിലത്തെ മാർക്കും കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം മറ്റോടത്തുനിന്ന് ഇതേ ഇങ്ങനെ ഷേപ്പായിട്ട് ഇങ്ങനെയൊന്ന് വരച്ചെടുക്കുക കേട്ടോ. ആ വരച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിയിലേക്കും അത് അതേപോലെ തന്നെ യോജിപ്പിക്കാം. അത് നമുക്ക് വെട്ടിക്കളയാം. ആ ഭാഗം നമുക്ക് വേണ്ട, അത് നമുക്ക് അങ്ങ് വെട്ടിക്കളയാം കേട്ടോ. അത് വെട്ടുമ്പോൾ ശ്രദ്ധിക്കണം, തെറ്റിയൊന്നും പോവരുത്. തെറ്റിപ്പോയി കഴിഞ്ഞാൽ 2 ഭാഗം 2 തൈ വരും. അപ്പോൾ അത് നമ്മുടെ വെട്ടൽ കഴിഞ്ഞു. ഇത്രയാണ് നമ്മുടെ പ്രിൻസസ് കട്ടിന് മെയിനായിട്ട് വരുന്നത് കേട്ടോ. ഇനി നമുക്കത് നല്ല തുണിയുമേ വെട്ടിയെടുക്കാം കേട്ടോ. പിന്നെ ചില ബ്ലൗസിൻ്റെ തുണികൾക്ക് നമുക്ക് തികയായ വരും. അതായത് 1 മീറ്റർ ഉണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ട് വീതി കുറവുണ്ടാവും തുണി. അപ്പോൾ നമുക്ക് തികയാണ്ടൊക്കെ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നമ്മൾ ലൈനിങ് ആദ്യം വെട്ടണമ്പോൾ ഒരു ഗുണമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 പാർട്ടായിട്ട് നമുക്ക് ഫ്രണ്ട് ഭാഗം കിട്ടുമല്ലോ. അപ്പോൾ ആ ഫ്രണ്ട് ഭാഗം 2 ഇതായിട്ട് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ അങ്ങനെയാണ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് കൈക്ക് തുണി തികയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നടുഭാഗം ഇങ്ങനെ ഇട്ട് വെട്ടിയെടുത്തു. ഇനി നമുക്ക് മോൾ ഭാഗം മറ്റോണം വെട്ടിയെടുക്കാം. അപ്പോൾ ഇത് സാരി ആകുമ്പോൾ നമ്മൾ മറഞ്ഞു പോണ ഭാഗമല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ഇട്ട് വെട്ടാനായിട്ട്. ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടുമ്പോൾ നമുക്ക് തുണി ലാഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വെട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ അത് മനസ്സിലാവേണ്ടെന്നാണ് ഞാൻ വിചാരിക്കണേ. അപ്പോൾ ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ അത്രയും വലിയ ഒരു ടൈലറല്ല ഞാനെന്ന് പറയണു, അതുകൊണ്ട് അതിൻ്റേതായ രീതിയിലാണ് ഞാൻ പറഞ്ഞു തരണേ കേട്ടോ. നമുക്കിവിടെ 3 പാർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെട്ടാം. കൈ വെട്ടാനായിട്ട് ഞാൻ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്താറുണ്ട് ഞാൻ. അതായത് കൈയിൻ്റെ ഷേപ്പ് ചെയ്ത് നമ്മൾ അടിയിലേക്ക് വരയ്ക്കണ ഭാഗമുണ്ടല്ലോ, അവിടെ ഞാനൊരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തും. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ ആ മോൾ ഭാഗത്തുനിന്ന് നമ്മൾ കൈയിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ചെടുക്കുക. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇത് വരയ്ക്കാറ്. അപ്പോൾ എനിക്ക് നല്ല ഷേപ്പിൽ കിട്ടാറുണ്ട്. പിന്നെ വണ്ണമുള്ളവർക്ക് ആകുമ്പോൾ 3.5 എന്നുള്ളത് ഞാനൊരു 4, 4.5 അങ്ങനെയൊക്കെ ആക്കി മാറ്റാറുണ്ട്. ഞാൻ വളരെ വണ്ണം കുറഞ്ഞ ആളായതുകൊണ്ട് എനിക്ക് ഇതൊക്കെ കറക്റ്റ് പാകമാവാറുണ്ട്. അപ്പോൾ എൻ്റെ പോലെ വണ്ണം കുറഞ്ഞ ആൾക്കാർക്ക് ഇതൊക്കെ കറക്റ്റായിരിക്കും. അല്ലാത്തവർ അതിനനുസരിച്ച് ചെറുതായിട്ട് ഇപ്പോൾ നമുക്ക് കൈ വരയ്ക്കുമ്പോൾ അപ്പോൾ തോന്നും എന്തോ ഒരു ഇതുണ്ടല്ലോ എന്ന്. അപ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കുഴിച്ചൊക്കെ വരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കൈ വെട്ടിയെടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ അത് ലൈനിങ്ങുമ്മേക്ക് ലൈനിങ് നല്ല തുണിയുമ്മേക്ക് വെച്ച് വെട്ടിയെടുക്കാം. ഇപ്പോൾ ചിലതുമ്മ ലൈനിങ് വെക്കില്ല. ഇതിപ്പോൾ ഇത്തിരി ഒരു പരപര തുണിയാണ്, അതുകൊണ്ടാണ് ഞാൻ ലൈനിങ് വെച്ച് കൊടുത്തേട്ടാ. അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ ഇങ്ങനെ കുത്തും. അപ്പോൾ നമ്മുടെ വെട്ടൽ ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് വെട്ടി ഫ്രണ്ടിലത്തെ ആ 2 സൈഡിലത്തെ പീസ് നടുഭാഗം ഒക്കെ വെട്ടൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലുള്ളത് നമുക്ക് എന്താ പറയുക, കഴുത്ത് അതൊക്കെ തയ്ച്ചതിന് ശേഷം പിന്നെ വെട്ടാനുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ സെക്കൻഡ് പാർട്ടിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതുവരെ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി അടുത്ത പാർട്ടിൽ അത്